ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ടെടുത്തു. അതും ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അതും അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചുവന്ന മുളക് ഒന്ന് 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവൊന്ന് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി എന്നിവ നന്നായിട്ട് ചതച്ചെടുത്തത് അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രസത്തിൻ്റെ കൂട്ട് വാങ്ങിയിരുന്നു, അപ്പോൾ അതിലുണ്ടായിരുന്നു, അതും ഇട്ടെടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുളക് പൊടി ചേർത്തു. ഇനി അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറിക്കിട്ടണം. അങ്ങനെ മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് പുളിയാണ് വേണ്ടിയത്. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്താണ്. ഇനി അതിലോട്ട് നമുക്ക് പുളിക്ക് അനുസരിച്ച് നമുക്ക് അതിനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 വട്ടം ചേർത്തിട്ടുണ്ട് പുളി. ഇനി ഇതിലോട്ട് നമുക്ക് ജീരകം, വലിയ ജീരകം പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിടന്നുകാണ്ട് ഒന്ന് തിളക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി ഇല ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.